SKInfoshare ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പോഷകസമൃദ്ധമായ തഴുതാമ ഉപയോഗിച്ച് നല്ലൊരു തോരൻ ഉണ്ടാക്കി നോക്കാം. നമ്മുടെയൊക്കെ പച്ചക്കറി തോട്ടത്തിൽ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു നല്ലൊരു സസ്യമാണിത്. പക്ഷെ എല്ലാവരും അത് വെറുതെ പറിച്ചു കളയാറുള്ളൂ, കളയണമെന്നും പറഞ്ഞ് പറിച്ചു കളയാറുള്ളൂ. പക്ഷെ അത് ഏറ്റവും നല്ല പോഷക ഗുണമുള്ള, നമുക്ക് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സസ്യമാണ്. നമുക്കതിൻ്റെ പോഷക ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് വെള്ളത്തഴുതാമയാണ്. തഴുതാമ രണ്ട് തരത്തിലുണ്ടെന്ന് അറിയാമല്ലോ. ഒന്ന് ചുമന്ന തഴുതാമയും വെള്ളത്തഴുതാമയും. രണ്ടിനും ഏകദേശം ഒരേ ഗുണങ്ങൾ തന്നെ ഉള്ളത്. ഇതുപോലെ ഔഷധ ഗുണങ്ങൾ ധാരാളമുള്ള പല ചെടികളും നമ്മൾ പറിച്ചു കളയാറുണ്ട്. നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് ഈ കിളുന്തായിട്ടുള്ള തഴുതാമ തന്നെ മുറിച്ചെടുക്കണം. അത് മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അത്ര രസം ഉണ്ടാവില്ല. കാര്യം എന്താ വെച്ചാൽ മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൂവും കായും വരും. പൂവും കായും വന്നു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളിപ്പോൾ പറിച്ചെടുത്ത തഴുതാമ നല്ല രീതിയിൽ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമ്മൾ ഏറ്റവും നല്ല കിളുന്തായിട്ടുള്ള മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ അടിഭാഗത്തുള്ള കുറച്ച് കട്ടിയോട് തണ്ടും മറ്റും നമ്മൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇതും നല്ല കിളുന്ത് തന്നെയാണ്, എന്നാലും നല്ല ടേസ്റ്റിന് വേണ്ടി നമ്മളത് അത്ര മാറ്റിയെന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒപ്പം പച്ചച്ചീരയോ ചായ മെൻസയോ അല്ലെങ്കിൽ പയറിൻ്റെ ഇലയോ മറ്റോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഇത് മാത്രം, തഴുതാമ മാത്രം ഉപയോഗിച്ചാണ് കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്, നല്ല പോഷക ഗുണമാണ്. ഇനി നമുക്കിത് സാധാരണ ചീരത്തോരനൊക്കെ അറിയണ പോലെ ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കാം. ഇനി തോരൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ആ ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ഇപ്പം നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ടേസ്റ്റിനായിട്ട് നമുക്കതിലേക്ക് കുറച്ച് അരിയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി വറുത്തെടുക്കാം. എന്നിട്ട് അതൊന്ന് അരിയൊന്ന് വറുത്ത് വരണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അത് വന്ന് ചെറുതായിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ തഴുതാമ, അരിഞ്ഞു വെച്ചിരിക്കുന്ന തഴുതാമ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർക്കുക. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ തോരൻ മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാനായിട്ട്. അത്രയ്ക്ക് ടേസ്റ്റ്. വേറെ ഒന്നും അതിൻ്റെ ഒപ്പം സൈഡായിട്ടില്ലെങ്കിലും നമുക്ക് ഇത് മാത്രം കൂട്ടി കഴിക്കാൻ പറ്റും. തഴുതാമ നമുക്ക് അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും വേകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ കുറച്ച് ചതച്ചെടുത്ത് അതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് കുറച്ച് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, കുറച്ച് ജീരകം. ഇത്രയും ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. ഇത് നമുക്ക് ഈ പാകത്തിന് ചതച്ചെടുത്താൽ മതി.
ഈ ചതച്ച തേങ്ങ നമുക്കിനി നമ്മുടെ തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ചതച്ച തേങ്ങ ഇട്ട് ഒന്ന് വലിഞ്ഞു വരുമ്പോൾ തന്നെ നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇതിനധികം നമ്മുടെ തഴുതാമയ്ക്ക് തോരനധികം വേവിൻ്റെ ആവശ്യമില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണിൻ്റെ ഓൾ എന്ന സെക്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വച്ചേക്കുക. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തേക്കുക. ഇപ്പോൾ നമ്മുടെ തഴുതാമ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുകൊണ്ട് നമ്മുടെ തഴുതാമ ഇനി ആരും ഒരു കളയാണെന്ന് പറഞ്ഞ് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നിന്ന് പറിച്ചു കളയല്ലേ. നമുക്കിതുപോലെ നല്ലൊരു സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.